വെൽക്കം ബാക്ക്. അവൾ പറഞ്ഞു. ഷീ സെഡ് ആണോ ഷീ ടോൾഡ് ആണോ? ഷീ സെഡ് ആണ്. അവൾ എന്നോട് പറഞ്ഞു. ഷീ സെഡ് മീ ആണോ ഷീ ടോൾഡ് മീ ആണോ ഷീ സെഡ് ടു മീ ആണോ? നമ്മൾ ഏറ്റവും അധികം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന 3 വേർബ്സ് ആണ് സേ, ടെൽ, ആസ്ക്. അത്ര വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും പലപ്പോഴും പലരും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഈ 3 വേർബ്സിൻ്റെയും കറക്റ്റ് യൂസാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസസ് പറയും, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവൾ എന്തോ പറഞ്ഞു. അവൾ പറഞ്ഞു. ആരോടാണ് പറഞ്ഞത് എന്നൊന്നും പറയുന്നില്ല. അവൾ പറഞ്ഞു, എന്തോ പറഞ്ഞു, അത്രയേ പറയുന്നുള്ളൂ. ഇങ്ങനെ ആരോടാണ് പറഞ്ഞത് എന്ന് പറയാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് മാത്രം പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സേ എന്ന വെർബാണ്. അതിൻ്റെ വീട്ടുമാണ് സെഡ്. നമുക്കിവിടെ വേണ്ടത് പറഞ്ഞു എന്നാണ്, അതായത് കഴിഞ്ഞു പോയ കാര്യമാണ്, പൂർത്തിയായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടുമാണ്. ഷീ സെഡ്, എന്തോ പറഞ്ഞു. ഷീ സെഡ് സംതിങ്. ഇവിടെ സംതിങ് ഒബ്ജക്റ്റ് ആണ്. ആരോടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ടെൽ എന്ന വെർബ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആരോടാണ് പറഞ്ഞത് എന്ന് പറയാതെ പറഞ്ഞു എന്ന് മാത്രം പറയാനായി ഉപയോഗിക്കേണ്ടത് സേ ആണ്, ടെൽ അല്ല. ഷീ സെഡ് സംതിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ അല്ല മലയാളത്തിലെ വേർഡ് ഓർഡർ. മലയാളത്തിൽ സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റ്, അവസാനം വെർബ്. അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അതിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരുന്നത്. അവൾ എന്തോ പറഞ്ഞു. സബ്ജക്റ്റ് ഷീ, സെഡ് വെർബ്. ഒബ്ജക്റ്റ് ആണ് എന്തോ, എന്തെങ്കിലും. ഈ അർത്ഥമെല്ലാം വരുന്നൊരു വാക്കാണ് സംതിങ്. ഷീ സെഡ് സംതിങ്. അവൾ എന്തോ പറഞ്ഞു. ഞാൻ അവളോട് പോവാൻ പറഞ്ഞു. ആരോടാണ് പറഞ്ഞത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അവളോടാണ് പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത്. ഞാനാണ് സബ്ജക്റ്റ്. ഐ ആണ് സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു. അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ. ഐ സെഡ് ഹെർ അല്ല, ഐ ടോൾഡ് ഹെർ ആണ്. ഇങ്ങനെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ടെൽ ആണ്. അതിൻ്റെ വീട്ടുമാണ് ടോൾഡ്. ഒരു ഒബ്ജക്റ്റ് ആരോടാണ് പറഞ്ഞത് എന്ന് പറയാതെ പറഞ്ഞു എന്ന് മാത്രം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സേ ഉപയോഗിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ. എന്താണ് പറഞ്ഞത്? പോവാൻ പറഞ്ഞു. ഐ ടോൾഡ് ഹെർ ടു ഗോ അല്ലെങ്കിൽ ടു ലീവ്. ഐ ടോൾഡ് ഹെർ ടു ലീവ്. ഐ സെഡ് ഹെർ എന്ന് പറയരുത്. ഹെർ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ടെൽ എന്ന വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. സേ എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഐ സെഡ് ടു ഹെർ എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റിന് മുന്നിൽ നമുക്ക് സെഡ് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. ഇത് പക്ഷേ വളരെ അൺയൂഷ്വൽ ആണ്. സ്പീച്ചിൽ പൊതുവേ നമ്മൾ ഐ ടോൾഡ് ഹെർ എന്ന് തന്നെയാണ് പറയുക. ഐ സെഡ് ടു ഹെർ എന്ന് പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഐ സെഡ് ഹെർ എന്ന് പറയരുത്. എപ്പോഴും സെഡിനും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റിനും ഇടയിൽ ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ടായിരിക്കണം. ടെല്ലിനും അതിൻ്റെ ഒബ്ജക്റ്റിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷനും ഇല്ല. ഐ ടോൾഡ് ടു ഹെർ എന്നല്ല പറയേണ്ടത്, ഐ ടോൾഡ് ഹെർ എന്നാണ്. ഐ ടോൾഡ് ഹെർ ടു ലീവ്. ഞാൻ അവളോട് പോവാൻ പറഞ്ഞു. ടു ലീവ് എന്ന് പറയുമ്പോൾ പോവാൻ. ഐ ടോൾഡ് ഹെർ ടു ലീവ്. നിന്റെ അവധി ദിവസങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ. എന്നോട് പറയൂ, ടെൽ മീ. അതൊരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങളാണ് പറയേണ്ടത്. യു ടെൽ മീ, അതാണ് അതിൻ്റെ മുഴുവൻ ഫോം. പക്ഷെ നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ പൊതുവെ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യാറില്ല. നമ്മൾ ആ വെർബ് ഉപയോഗിച്ച് തന്നെയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ് നോർമലി നമ്മൾ തുടങ്ങുന്നത്. ടെൽ മീ എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? നിന്റെ അവധി ദിവസങ്ങളെക്കുറിച്ച്, ഹോളിഡേയ്സിനെ കുറിച്ച്. ടെൽ മീ എബൌട്ട് യുവർ ഹോളിഡേയ്സ്. നിന്റെ ഹോളിഡേയ്സിനെ കുറിച്ച് എന്നോട് പറയും. യു ടെൽ മീ എന്ന് പറയരുത്. ഇംപറേറ്റീവ്സ്, നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറയുന്ന സെൻറ്റൻസസ് ആണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. കം ഹിയർ, ഗോ ദർ, ഇതെല്ലാം ഇംപറേറ്റീവ്സ് ആണ്. ഇവിടെ വരൂ. യു കം ഹിയർ എന്ന് പറയേണ്ട, കം ഹിയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പറയൂ എന്നതിന് യു ടെൽ മീ എന്നല്ല പറയുന്നത്, ടെൽ മീ എന്ന് മാത്രമാണ് പറയുന്നത്. ടെൽ മീ എബൌട്ട് യുവർ ഹോളിഡേയ്സ്. നിന്റെ ഹോളിഡേയ്സിനെ കുറിച്ച് എന്നോട് പറയൂ. ഇവിടെയും ആരോടാണ് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്നോടാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ടെൽ ആണ്, സേ അല്ല. വരാൻ വൈകുമെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു. ഷീ സെഡ്. ആരോടാണ് പറഞ്ഞത് എന്നൊന്നും പറയുന്നില്ല. അവളുടെ ഭാഷയിൽ അവൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വിൽ ബി ലേറ്റ്. ഞാൻ വരാൻ വൈകും. അതല്ലേ അവൾ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമുക്കിതിനെ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മളിതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് പറയാൻ പോകുന്നത്. ഡയറക്റ്റ് സ്പീച്ചിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് അതിലുപയോഗിക്കുന്ന പ്രൊനൗൺസിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ടെൻസിലും വ്യത്യാസം വരും. അവൾ പറഞ്ഞത് ഞാൻ വൈകുന്നതാണ്, ഐ വിൽ ബി ലേറ്റ് എന്നാണ്. നമുക്ക് പറയേണ്ടത് എന്താ? അവൾ പറഞ്ഞു അവൾ വരാൻ വൈകുമെന്ന്. ഐ എന്ന പ്രൊനൗണിന് പകരം നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഷീ ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. അവളുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഷീ സെഡ്.
ഐ വിൽ ബി ലേറ്റ്, ഞാൻ വൈകും. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. വില്ലിന് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചു. ഡയറക്റ്റ് സ്പീച്ചിലെ വില്ല് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വുഡായി മാറും, ക്യാൻ കുഡായി മാറും. ഡയറക്റ്റ് സ്പീച്ചിലുള്ള പ്രസൻറ്റ് ടെൻസസ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസസ് ആയി മാറും. അതായത് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രൊനൗൺസിലും വ്യത്യാസം വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അവൾ വൈകുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. പിന്നെ അവിടെ ഐ വുഡ് ബി ലേറ്റ് എന്ന് പറയരുത്, ഷീ വുഡ് ബി ലേറ്റ്. അവൾ വൈകുമെന്നല്ലേ പറഞ്ഞത്. ഈ രണ്ട് ക്ലോസസിനെയും ഷീ സെഡ് ഷീ വുഡ് ബി ലേറ്റ്, ഈ രണ്ട് ക്ലോസസിനെയും കണക്ട് ചെയ്യാനായി നമ്മളിവിടെ ദാറ്റ് എന്നൊരു കൺജങ്ഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. എന്നോട് പറഞ്ഞു എന്നാണ് പറയേണ്ടതെങ്കിലോ വരാൻ വൈകുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സെഡ് അല്ല, അതിന് പകരം ടോൾഡ് ആണ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. അവൾ എന്നോട് പറഞ്ഞു. അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. അവളുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഐ എം ലീവിങ് അല്ലെങ്കിൽ ഐ എം ഗോയിങ്. ഷീ സെഡ് ഐ എം ലീവിങ്. നമുക്കിനി ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഐ എം ലീവിങ് എന്ന സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമ്മളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാവും. അതുപോലെ തന്നെ പ്രൊനൗൺസിലും വ്യത്യാസം വരും. അവൾ പറഞ്ഞത് ഞാൻ പോവുകയാണ് എന്നാണ്, ഐ എം ലീവിങ് എന്നാണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടത് എന്താ? അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു എന്നാണ്. ഐ എന്ന പ്രൊനൗണിന് പകരം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷീ എന്ന പ്രൊനൗണാണ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലീവിങ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലീവിങ്. ഐ ആം ലീവിങ് എന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമ്മളതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി. ഷീ വാസ് ലീവിങ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ഐ എൻ ജി ആണ്. വാസ് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഷീ സിംഗുലർ ആയത് കാരണമാണ് നമ്മളിവിടെ വാസ് എന്ന് പറയുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലിവിങ്. അവൾ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. ഇവിടെ ഇതിലെ സെഡ് എന്ന വെർബ്, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. അത് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്താണ് നമ്മളിങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസ് മാറ്റുന്നത്. അത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസ് മാറ്റില്ല. ഇപ്പോൾ സെഡിന് പകരം അവിടെ സേസ് ആയിരുന്നുവെങ്കിൽ, പ്രസൻറ്റ് ടെൻസിലുള്ള വെർബ് ആയിരുന്നുവെങ്കിൽ നമ്മൾ പറയുക ഷീ സേസ് ദാറ്റ് ഷീസ് ലീവിങ് എന്നാണ്. അവൾ പോവുകയാണെന്ന് അവൾ പറയുന്നു. ഷീ സേസ് ദാറ്റ് ഷീസ് ലീവിങ്. റിപ്പോർട്ടിംഗ് വെർബ്, അതായത് ആ ഇൻവേർട്ടഡ് കോമാസിന് പുറത്തുള്ള വെർബ് ഉണ്ടല്ലോ, അവൾ പറഞ്ഞു, അവൾ ചോദിച്ചു, അതെല്ലാമാണ് റിപ്പോർട്ടിംഗ് വെർബ്സ്. ആ വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസ് മാറ്റുന്നത്. അത് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആയി വരുന്ന സമയത്ത് ഷീ സേസ് എന്നോ ഷീ വിൽ സേ എന്നോ ആവുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസ് മാറ്റില്ല. അവൾ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളവിടെ സെഡ് എന്നല്ല പറയുന്നത്, ടോൾഡ് എന്നാണ് പറയുന്നത്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ലീവിങ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ലീവിങ്. അവൾ പോവുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ചെയ്യട്ടെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ലെറ്റ് മീ. ഞാൻ പറയട്ടെ, ലെറ്റ് മീ ടെൽ യു സംതിങ്. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഞാൻ നിന്നോട് ഒരു കഥ പറയട്ടെ. ലെറ്റ് മീ എന്ന് പറയുമ്പോൾ എന്നെ അനുവദിക്കൂ, അതാണ് അതിനർത്ഥം. ഞാൻ ചെയ്യട്ടെ. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഞാൻ നിന്നോട് ഒരു കഥ പറയട്ടെ. ടെല്ലിന് ശേഷം അതിൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റാണ് ആദ്യം വരുന്നത്. ഇവിടെ ടെൽ എന്ന വെർബിന് രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. യു, അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതൊരു വ്യക്തിയാണ്. എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു പേഴ്സൺ ആയിരിക്കും. സ്റ്റോറി, അതും ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്, അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇങ്ങനെ ടെല്ലിന് ശേഷം രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് തന്നെ ആദ്യം ഉപയോഗിക്കുക. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ലെറ്റ് മീ ടെൽ എ സ്റ്റോറി ടു യു എന്നല്ല പറയേണ്ടത്. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഞാൻ നിന്നോട് ഒരു കഥ പറയട്ടെ. മറ്റു പല വേർബ്സിൻ്റെയും കൂടെ ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ അവസാനം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടു എന്നോ ഫോർ എന്നോ ഉള്ളൊരു പ്രിപ്പോസിഷൻ ഇടയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ടെല്ലിന് ശേഷം എപ്പോഴും ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം തന്നെ ഉപയോഗിക്കാം. ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഞാൻ നിന്നോട് ഒരു കഥ പറയട്ടെ. ലെറ്റ് മീ സേ യു എ സ്റ്റോറി അല്ല, ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. അവൾ പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ്? അവൾ പറയുന്നത് സത്യമാണ്. ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. അവൾ പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ എന്ന് എന്ന മീനിങ്ങിന് വേണ്ടി നമ്മളവിടെ ദാറ്റ് എന്നൊരു കൺജങ്ഷൻ കൂടി ഉപയോഗിക്കും. ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്? അവൾ പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്? ഇതെല്ലാം ചില ഫിക്സഡ് എക്സ്പ്രഷൻസ് ആണ്. ടെൽ എ സ്റ്റോറി, ടെൽ ദ ട്രൂത്ത്, ടെൽ എ ലൈ. ഇതിലൊന്നും നമുക്ക് സേ എന്ന വെർബ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ടെൽ തന്നെ വേണം ഉപയോഗിക്കാൻ.
ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് സെയിങ് ദ ട്രൂത്ത് അല്ല, ഇവിടെ പേഴ്സണൽ ഒബ്ജക്റ്റ് ഒന്നും വരുന്നില്ല, ആരോടാണ് പറയുന്നത് എന്നൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും നമുക്കിവിടെ സേ എന്ന വെർബ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ടെൽ ദ ട്രൂത്ത് അതൊരു ഫിക്സ്ഡ് എക്സ്പ്രഷൻ ആണ്, നമുക്കതിൽ സേ ഉപയോഗിക്കാൻ സാധിക്കില്ല, ടെൽ തന്നെ വേണം ഉപയോഗിക്കാൻ. ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഇവിടെ ഈ രണ്ട് ക്ലോസസിനെയും കണക്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ദാറ്റ്. അതിനർത്ഥം എന്നാണ്. അവൾ പറയുന്നത് സത്യമാണെന്ന്. ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അവൾ സത്യമാണ് പറയുന്നത്. ഡു യു ബിലീവ് നീ വിശ്വസിക്കുന്നുണ്ടോ, പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ ദാറ്റ് എന്ന കണക്ടർ ഉപയോഗിക്കുന്നത്. ഡു യു ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. സമയം എത്രയായി എന്ന് പറയാമോ, നിനക്ക് പറയാമോ. ക്യാൻ യു ടെൽ, എന്നോട് പറയാമോ. ക്യാൻ യു ടെൽ മീ ദ ടൈം. ക്യാൻ യു ടെൽ മീ ദ ടൈം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയത്തിനെ കുറിച്ച് പറയുന്നതിനും സേ ദ ടൈം എന്ന് പറയരുത്, ടെൽ ദ ടൈം എന്ന് തന്നെയാണ് പറയുക. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ടെൽ ദ ടൈം, ടെൽ എ ലൈ, ടെൽ ദ ട്രൂത്ത്, ടെൽ ദ ടൈം, ടെൽ ദ ഡിഫറൻസ്, ഇതിലെല്ലാം ടെൽ എന്ന വെർബ് തന്നെ ഉപയോഗിക്കണം. നമുക്കവിടെ സേ ഉപയോഗിക്കാൻ സാധിക്കില്ല. ക്യാൻ യു ടെൽ മീ ദ ടൈം, സമയം എത്രയായി എന്ന് പറയാമോ. ക്യാൻ യു സേ മീ ദ ടൈം അല്ല, ക്യാൻ യു ടെൽ മീ ദ ടൈം. ടെൽ എന്ന വെർബിനും അതിൻ്റെ ഒബ്ജക്റ്റിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷനും വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെൽ ടു മീ അല്ല, ടെൽ മീ ആണ്. അവൾ എന്നോട് ഒരു കള്ളം പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു. ഷീ ടോൾഡ് മീ. എന്താ പറഞ്ഞത്, ഒരു കള്ളമാണ് പറഞ്ഞത്, എ ലൈ. ഷീ ടോൾഡ് മീ എ ലൈ. അവൾ എന്നോട് ഒരു കള്ളം പറഞ്ഞു. ഷീ സെഡ് ടു മീ എ ലൈ എന്ന് പറയരുത്. ടെൽ എ ലൈ എന്നതൊരു കോമൺ ഫിക്സ്ഡ് എക്സ്പ്രഷൻ ആണ്. കള്ളം പറയുക എന്നതിന് ടെൽ എ ലൈ എന്നാണ് പറയുക, സേ എ ലൈ എന്നല്ല. ഷീ ടോൾഡ് മീ എ ലൈ. ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല എന്ന് കരുതുക, അവൾ കള്ളം പറഞ്ഞു എന്ന് മാത്രമാണ് പറയേണ്ടതെന്ന് കരുതുക. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ടെൽ തന്നെയാണ്. ഷീ ടോൾഡ് എ ലൈ, അവൾ ഒരു കള്ളം പറഞ്ഞു. ഷീ സെഡ് എ ലൈ അല്ല, ഷീ ടോൾഡ് എ ലൈ. ഒബ്ജക്റ്റ് ഉണ്ടായാലും ശരി ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ശരി ഈ എക്സ്പ്രഷൻസിൽ ടെൽ എന്ന വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഷീ ടോൾഡ് എ ലൈ, അവൾ ഒരു കള്ളം പറഞ്ഞു. ഷീ ടോൾഡ് മീ എ ലൈ, അവൾ എന്നോടൊരു കള്ളം പറഞ്ഞു. അവൾ എന്നോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഷീ ടോൾഡ് മീ ഗുഡ് ബൈ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ സെഡ് ഗുഡ് ബൈ ടു മീ എന്നും പറയാം. ഷീ സെഡ് ഗുഡ് ബൈ ടു മീ ആൻഡ് ലെഫ്റ്റ്. അവൾ എന്നോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി. സെഡ് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മളവിടെ ഒബ്ജക്റ്റിന് മുന്നിൽ ടു എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഷീ സെഡ് ഗുഡ് ബൈ മീ എന്നല്ല പറയുന്നത്, ഷീ സെഡ് ഗുഡ് ബൈ ടു മീ. അവൾ എന്നോട് പറഞ്ഞു എന്നിട്ട് പോയി, ആൻഡ് ലെഫ്റ്റ്. ടോൾഡ് ഉപയോഗിച്ച് നമുക്കിത് പറയാം. ഷീ ടോൾഡ് മീ ഗുഡ് ബൈ ആൻഡ് ലെഫ്റ്റ്. ഷീ ടോൾഡ് മീ ഗുഡ് ബൈ ആൻഡ് ലെഫ്റ്റ്. ഇവിടെയും രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഗുഡ് ബൈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, മീ ആണ് പേഴ്സണൽ ഒബ്ജക്റ്റ്. സെഡ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയ മീ ഉപയോഗിക്കുന്നത്. ടെൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത്. ഷീ ടോൾഡ് മീ ഗുഡ് ബൈ ആൻഡ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഷീ സെഡ് ഗുഡ് ബൈ ടു മീ ആൻഡ് ലെഫ്റ്റ്. ഷീ സെഡ് ടു മീ ഗുഡ് ബൈ ആൻഡ് ലെഫ്റ്റ് എന്ന് നമ്മൾ നോർമലി പറയില്ല. ഷീ സെഡ് ഗുഡ് ബൈ ടു മീ ആൻഡ് ലെഫ്റ്റ്. അവൾ എന്താ നിന്നോട് പറഞ്ഞത്, WH ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞത്, അവൾ പറഞ്ഞു, ഷീ സെഡ് അല്ലേ. അവൾ നിന്നോട് പറഞ്ഞു, ഷീ ടോൾഡ് യു. അവൾ എന്താണ് നിന്നോട് പറഞ്ഞത്, വാട്ട് ഡിഡ് ഷീ ടെൽ യു. ഷീ ടോൾഡ് യു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഡിഡ് ഷീ ടെൽ യു എന്നത്. വാട്ട് ഡിഡ് ഷീ ടെൽ യു. ഷീ ടോൾഡ് യു എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് ഡിഡ്. വാട്ട് ഡിഡ് ഷീ ടെൽ യു. ഡിഡിന് ശേഷം പിന്നെ നമ്മൾ ടോൾഡ് എന്ന് പറയരുത്, ടെൽ എന്ന് തന്നെ വേണം പറയാൻ. ഡു, ഡസ്, ഡിഡ് ഈ മൂന്ന് ഓക്സിലറീസിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും V1 ആയിരിക്കും. വാട്ട് ഡിഡ് ഷീ ടെൽ യു. അവൾ എന്താണ് നിന്നോട് പറഞ്ഞത്. എനിക്ക് അവൻ്റെ കൂടെ പോവാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ ചോദിച്ചു. പറഞ്ഞു എന്ന് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർബ്സ് ആണ് സെയിം ടെല്ലും. ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ചോദിച്ചു എന്ന് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് വേർബ്സും അല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് പകരം ആസ്ക് എന്ന വെർബാണ്. അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ. അവൻ എന്നോട് ചോദിച്ചു. ആസ്കിനും അതിൻ്റെ ഒബ്ജക്റ്റിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷനും വരുന്നില്ല. ടെല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഷീ ടോൾഡ് മീ എന്നാണ് നമ്മൾ പറയുക, ഷീ ടോൾഡ് ടു മീ എന്ന് പറയില്ല. അതുപോലെ തന്നെ ഷീ ആസ്ക്ഡ് മീ അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് മീ, അതിനിടയിലും പ്രിപ്പോസിഷൻ വരുന്നില്ല. ഹി ആസ്ക്ഡ് ടു മീ അല്ല, ഹി ആസ്ക്ഡ് മീ. അവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, നിനക്ക് എൻ്റെ കൂടെ വരണോ. ഡു യു വാണ്ട് ടു കം വിത്ത് മീ അതായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. നിനക്ക് എൻ്റെ കൂടെ വരണോ. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് അവൻ്റെ കൂടെ പോവാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചു എന്നാണ്.
ഹി സെഡ്, അവൻ പറഞ്ഞു, ഡു യു വാണ്ട് ടു കം വിത്ത് മീ. നമുക്കിനി ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ചോദിച്ചു എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ആസ്ക്ഡ് ആണ്, സെഡോ ടോൾഡോ അല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഡു യു വാണ്ട് ടു കം വിത്ത് മീ എന്നതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? അതിൻ്റെ ആൻസർ ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇങ്ങനെ ഒരു എസ് ഓർ നോ ക്വസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൽ എന്ന വെർബോ സേ എന്ന വെർബോ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം ആസ്ക് എന്ന വെർബ് തന്നെ വേണം അവിടെ ഉപയോഗിക്കാൻ. ഹി ആസ്ക്ഡ് ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം. ഹി ആസ്ക്ഡ് ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം. ഡു യു വാണ്ട് ടു കം വിത്ത് മീ എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസാക്കി അതിനെ മാറ്റും. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാണ്ടഡ് ആണ്. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു, ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം, അവൻ്റെ കൂടെ പോവാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്ന്. എപ്പോഴും എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് മുന്നിൽ ആസ്ക് എന്ന വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. ടെൽ എന്ന വെർബോ സേ എന്ന വെർബോ ഉപയോഗിക്കരുത്. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു, ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം. നമ്മളിതിനെ കണക്ട് ചെയ്യാനായി ഇവിടെ ഉപയോഗിച്ച കൺജങ്ഷൻ ദാറ്റ് അല്ല ഈഫ് ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഒന്നുകിൽ ഈഫ് ആയിരിക്കും അല്ലെങ്കിൽ വെദർ ആയിരിക്കും. നമുക്കവിടെ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെയും എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കൺജങ്ഷൻ ഈഫോ വെദറോ ആണ്, ദാറ്റ് അല്ല. ഹി ആസ്ക്ഡ് മീ ദാറ്റ് അല്ല, ഹി ആസ്ക്ഡ് മീ ഇഫ്. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം. എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക് ആയിരിക്കണം. അവിടെ സേ എന്നോ ടെൽ എന്നോ പറയാൻ സാധിക്കില്ല. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ഹിം. ഡു യു വാണ്ട് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളതിനെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല എഴുതുക, നമ്മളതിനെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ് എഴുതുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മളതിനെ മാറ്റി ഐ വാണ്ടഡ് എന്നാക്കി. എന്നോട് പണം ചോദിക്കരുത്. ചോദിക്കരുത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ആസ്ക് തന്നെയാണ്. നമ്മളൊരാളോട് ഒരു കാര്യം പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഉത്തരം അവരിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആസ്കിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു സഹായം അതെല്ലാം ചോദിക്കുന്ന സമയത്ത് ആസ്കിന് ശേഷം നമ്മൾ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്നോട് പണം ചോദിക്കരുത്. ചോദിക്കരുത്, ചെയ്യരുത് എന്നല്ലേ പറയേണ്ടത്. അതിന് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചാണ് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് ഉപയോഗിക്കുക. ഇതും ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും യു ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. ഡസിൻറ്റ് എന്നുപയോഗിച്ച് നമുക്ക് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഡോണ്ട്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് തന്നെ ഉപയോഗിക്കുക. ഡോണ്ട് ആസ്ക്, ചോദിക്കരുത്. എന്നോട് ഡോണ്ട് ആസ്ക് മീ, എന്ത് ചോദിക്കരുത്? പണം ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ ഫോർ മണി, അതങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡോണ്ട് ആസ്ക് മീ മണി എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ഫോർ എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കണം. കാരണം നമ്മളിവിടെ ഒരു ആൻസറിന് വേണ്ടിയല്ല ഈ ചോദ്യം, മറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വസ്തു നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആസ്കിന് ശേഷം ഫോർ എന്ന പ്രൊപ്പോസിഷൻ വേണം. ഡോണ്ട് ആസ്ക് മീ ഫോർ മണി, എന്നോട് പണം ചോദിക്കരുത്. എന്തും ചോദിച്ചോളൂ. എന്തും, അതിന് നമുക്ക് എനിത്തിങ് എന്ന് പറയാം. എന്നോട് എന്തും ചോദിച്ചോളൂ. ആസ്ക് മീ എനിത്തിങ്, എന്നോട് എന്തും ചോദിച്ചോളൂ. അവൻ്റെ പേര് ചോദിക്കും. ഇതെല്ലാം ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും സബ്ജക്റ്റ് വരുന്നില്ല. ആസ്ക്, ചോദിക്കേ. ആസ്ക്, അവൻ്റെ പേര്, ഹിസ് നെയിം. ആസ്ക് ഹിസ് നെയിം, അവൻ്റെ പേര് ചോദിക്കുക. അവൻ്റെ പേര് അവനോട് ചോദിക്കുക എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ആസ്ക് ഹിം ഹിസ് നെയിം എന്നാണ്. ആസ്ക് ഹിം ഹിസ് നെയിം, അവൻ്റെ പേര് അവനോട് ചോദിക്കുക. ആസ്ക് ഹിസ് നെയിം എന്ന് പറഞ്ഞാൽ പേര് ചോദിക്കുക എന്ന് മാത്രമാണ് അർത്ഥം. അവൻ്റെ പേര് ചോദിക്കുക എന്നാണ് അർത്ഥം. ആസ്ക് ഹിം ഹിസ് നെയിം എന്ന് പറയുമ്പോൾ അവൻ്റെ പേര് അവനോട് ചോദിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. കാരണം നമുക്കിവിടെ വേണ്ടത് ഒരു റിപ്ലൈ ആണ്. നമ്മളൊരു വേറെ ഒരു വസ്തുവിന് വേണ്ടിയല്ല ചോദിക്കുന്നത്, ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ആസ്ക് ഹിം ഫോർ ഹിസ് നെയിം അല്ല, ആസ്ക് ഹിം ഹിസ് നെയിം അല്ലെങ്കിൽ ആസ്ക് ഹിസ് നെയിം. വീടിന് എന്താ വില? ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു വിൽക്കാനായി വച്ചിരിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലർ അതിന് ചോദിക്കുന്ന പ്രൈസ്, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ആസ്കിങ് പ്രൈസ് എന്നാണ്. വീടിന് എന്താ വില?
ഒരു വീട് വിൽക്കാനായിട്ടുണ്ട്, അതിനെന്താ വില എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ഈസ് ദ ഹൗസ്. എന്തിൻ്റെയെങ്കിലും ഒരു വസ്തുവിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നതിന് നമുക്ക് ഹൗ മച്ച് എന്ന് ചോദിക്കാം. ഹൗ മച്ച് ഈസ് ദ ഹൗസ്, വീടിന് എന്താ വില. അതിൻ്റെ ആൻസർ ഇതാണ്. അവർ ചോദിക്കുന്നത് 50 ലക്ഷമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ദേ ആർ ആസ്കിങ് 50 lakhs. ഹൗ മച്ച് ഈസ് ദ ഹൗസ്, വീടിന് എന്താ വില. ദേ ആർ ആസ്കിങ് 50 lakhs. അവർ 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. മലയാളത്തിലും നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് പറയും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ദേ ആർ ടെല്ലിംഗ് എന്നല്ല, ദേ ആർ ആസ്കിങ് എന്ന് തന്നെയാണ്. അവർ 50 ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്നത്. ദേ ആർ ആസ്കിങ് 50 lakhs. ഞാൻ അവനോട് സമയം ചോദിക്കാം. ഞാൻ ചോദിക്കാം. ഐ വിൽ ആസ്ക്. ചോദിച്ചു എന്നല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐ ആസ്ക്ഡ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കും എന്നാണ്. ഐ വിൽ ആസ്ക്. അവനോട് ഹിം ദ ടൈം. ഐ വിൽ ആസ്ക് ഹിം ദ ടൈം. ഐ വിൽ ആസ്ക് ഹിം ദ ടൈം. ഇവിടെ ആസ്ക് എന്ന വെർബിന് 2 ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഹിം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ദ ടൈം അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ ആസ്കിന് ശേഷം 2 ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കുക, അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. മറ്റു പല വേർബ്സിൻ്റെയും കൂടെ ഗീവ്, ടേക്ക് അതിനെല്ലാം ശേഷം ഇങ്ങനെ 2 ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ അവസാനം വയ്ക്കാൻ സാധിക്കും. ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ അവിടെ ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ആസ്കിന് ശേഷം അത് സാധ്യമല്ല. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എല്ലായ്പ്പോഴും ആദ്യം തന്നെ വേണം വരാൻ. ഐ വിൽ ആസ്ക് ദ ടൈം ടു ഹിം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഐ വിൽ ആസ്ക് ഹിം ദ ടൈം. ഞാൻ അവനോട് സമയം ചോദിക്കാം. ഹിം അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയായിരിക്കും, അത് വേണം ആദ്യം വരാൻ. ഐ വിൽ ആസ്ക് ഹിം ദ ടൈം. ഞാൻ അവനോട് സമയം ചോദിക്കാം. എനിക്ക് വീട്ടിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ്. എനിക്ക് വീട്ടിൽ പോകാമോ. നമുക്കിവിടെ ആക്ച്വലി ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് ഇത് പറയാം. ആസ്കിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. ഐ ആസ്ക്ഡ് ടു ഗോ ഹോം. ഇതിനർത്ഥം എനിക്ക് വീട്ടിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് തന്നെയാണ്. ഐ ആസ്ക്ഡ് ടു ഗോ ഹോം. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ഞാൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ക്യാൻ ഐ ഗോ ഹോം. അത് റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ക്യാൻ ഐ ഗോ ഹോം എന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മളൊരു സെൻറ്റൻസിൻ്റെ മറ്റൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ക്യാൻ ഐ ഗോ ഹോം എന്നതിലെ ക്യാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുഡായി മാറി, വേർഡ് ഓർഡറും മാറി. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും സബ്ജക്റ്റ് ആണ് ആദ്യം വരിക, അതിനുശേഷമാണ് ഒബ്ജക്റ്റ് വരിക. ഇഫ് ഐ കുഡ് ഗോ ഹോം. ഇഫ് കുഡ് ഐ അല്ല, ഇഫ് ഐ കുഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബാണ് ആദ്യം വരിക, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരിക. ഒരു റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ, അതായത് നമ്മളൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ മറ്റൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന സമയത്ത് അതിലെ വേർഡ് ഓർഡർ മാറും. അതിനൊരു സാധാരണ സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡറാണ്. സബ്ജക്റ്റ് ആദ്യം, പിന്നെ വെർബ്. അതാണ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ വേർഡ് ഓർഡർ. നമ്മളിവിടെ ക്യാനിനെ കുഡാക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ റിപ്പോർട്ടിംഗ് വെർബ് അത് ആദ്യം വന്നിട്ടുള്ള വെർബാണ്. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആണ്, അത് പാസ്റ്റ് ടെൻസിലാണ്. അത് പാസ്റ്റ് ടെൻസിലായത് കാരണം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് ടെൻസിലുള്ള വേർബ്സിനെ എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. ക്യാൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുഡായി മാറും. ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ഗോ ഹോം. ഇവിടെ നമുക്ക് ഈ ക്ലോസ് ഉപയോഗിക്കണമെന്നില്ല. ഇഫ് ഐ കുഡ് ഗോ ഹോം എന്ന ക്ലോസിന് പകരം നമുക്ക് ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ആസ്ക്ഡ് ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ് ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഈ ആസ്ക്ഡിന് ശേഷം മറ്റൊരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം മാറിപ്പോകും. ഐ ആസ്ക്ഡ് ഹിം ടു ഗോ ഹോം. അതിൻ്റെ അർത്ഥം എന്താ? ഐ ആസ്ക്ഡ് ഹിം ടു ഗോ ഹോം. ഇതിനർത്ഥം ഞാൻ അവനോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ഇവിടെ അവനാണ് പോകേണ്ടത്, ഞാനല്ല. ഐ ആസ്ക്ഡ് ഹിം ടു ഗോ ഹോം. ഐ ആസ്ക്ഡ് ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകട്ടെ എന്ന് ഞാൻ ചോദിച്ചു എന്നാണ് അർത്ഥം. ഐ ആസ്ക്ഡ് ഹിം ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ അവനോട് വീട്ടിൽ പോവാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. പോലീസിനെ വിളിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. ഐ ആസ്ക്ഡ് അവളോട്, ഹെർ. ഐ ആസ്ക്ഡ് ഹെർ ടു കോൾ ദ പോലീസ്. ഐ ആസ്ക്ഡ് ഹെർ ടു കോൾ ദ പോലീസ്. വിളിക്കാൻ, ടു കോൾ. പോലീസിനെ, ദ പോലീസ്. ഐ ആസ്ക്ഡ് ഹെർ ടു കോൾ ദ പോലീസ്. എന്നെ സഹായിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ഐ ആസ്ക്ഡ് ദം ടു ഹെൽപ്പ് മീ. ഐ ആസ്ക്ഡ് ദം ടു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാൻ
ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ചോദിച്ചു, ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക, ഈ രണ്ട് അർത്ഥത്തിലാണ് നമ്മൾ ആസ്ക് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റിന് മുന്നിൽ നമുക്ക് സേ, ടെൽ ഈ രണ്ട് വേർബ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ആസ്ക് ആണ്. അതായത് ഇഫ്, വെദർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഈ രണ്ട് കൺജങ്ഷൻസ് ഉപയോഗിച്ചാണ്. അതിന് മുന്നിൽ ആസ്ക് തന്നെ ഉപയോഗിക്കുക. ടെൽ എന്ന വെർബോ സേ എന്ന വെർബോ ഉപയോഗിക്കരുത്. അവൾ നല്ല വേഗതയിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത്. ഷി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. ഷി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ടു ഫാസ്റ്റ് എന്ന് പറയുന്നത് സേഫ് അല്ലാത്ത അത്രയും വേഗതയിൽ ആ അർത്ഥത്തിലാണ്. ടു നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൈറബിൾ അല്ലാത്ത, നമുക്ക് ഇഷ്ടമല്ലാത്ത എക്സ്ട്രീംസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ മീനിങ് എല്ലായ്പ്പോഴും നെഗറ്റീവാണ്. നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ടു ഉപയോഗിക്കില്ല. ഷീ ഈസ് ടു ബ്യൂട്ടിഫുൾ എന്ന് പറയരുത്. ഭംഗി ഡിസൈറബിൾ ആയ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ്. ഷീ ഈസ് ടു ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് ടു ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ടു ഹോട്ട്, ഭയങ്കര ചൂടാണ് എന്നർത്ഥം. നമുക്ക് ഇഷ്ടമല്ലാത്ത അത്രയും ചൂടാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്ന് പറഞ്ഞാലും ഏകദേശം സിമിലർ മീനിങ് തന്നെയാണ്. ആ ഒരു നെഗറ്റിവിറ്റി അത് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ടു എന്ന അഡ്വർബ് അവിടെ യൂസ് ചെയ്യുന്നത്. ഷി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. സേഫ് അല്ലാത്ത തരത്തിൽ, സുരക്ഷിതമല്ലാത്ത അത്രയും വേഗതയിൽ അവൾ വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ഡ്രൈവിംഗ് വെരി ഫാസ്റ്റ് എന്നും പറയാം. വെരി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അത് വെരി എന്ന വാക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ആ ഒരു നെഗറ്റിവിറ്റി കാണിക്കാനാണ് നമ്മൾ ടു എന്ന അഡ്വർബ് യൂസ് ചെയ്യുന്നത്. ഷി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. അതുകൊണ്ട് ഞാൻ അവളോട് പതുക്കെ പോകാൻ പറഞ്ഞു. സോ ഐ ആസ്ക്ഡ് ഹെർ ടു സ്ലോ ഡൗൺ. ഷി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. സോ ഐ ആസ്ക്ഡ് ഹെർ ടു സ്ലോ ഡൗൺ. പതുക്കെ പോവാൻ ഞാൻ അവളോട് പറഞ്ഞു. അവൾ ഫ്രീ ആണോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആർ യു ഫ്രീ? നീ ഫ്രീ ആണോ? ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ്. അവളോടാണ് ചോദിച്ചത്. ഐ ആസ്ക്ഡ് ഹെർ. ആർ യു ഫ്രീ എന്നത് എന്താണ്? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. ഐ ആസ്ക്ഡ് ഹെർ ഈഫ്. പിന്നെ ആർ യു ഫ്രീ എന്നതോ? ആർ യു ഫ്രീ എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. പ്രൊനൗൺസിലും വ്യത്യാസം വരും. അവൾ ഫ്രീ ആണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ആർ യു ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന പ്രൊനൗൺ യു ആണ്. പക്ഷെ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഷീ ആണ്. അവൾ ഫ്രീ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഐ ആസ്ക്ഡ് ഇഫ് ഷീ വാസ് ഫ്രീ. ഐ ആസ്ക്ഡ് ഇഫ് ഷീ വാസ് ഫ്രീ. ആർ യു ഫ്രീ എന്ന ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് ആദ്യം വന്നു, അതിനുശേഷം യു എന്ന സബ്ജക്റ്റ് വന്നു. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റാണ് ആദ്യം വരുന്നത്. ഷീ ആദ്യം വന്നു. യു എന്ന പ്രൊനൗണിന് പകരം നമ്മൾ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഷീ എന്ന പ്രൊനൗൺ ആണ്. കാരണം അവൾ ഫ്രീ ആണോ എന്നല്ലേ ചോദിക്കുന്നത്. ഷീ എന്ന പ്രൊനൗണിൻ്റെ കൂടെ നമുക്ക് വേർ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് ആണ്. ടെൻസ് നമ്മൾ മാറ്റുന്നുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. ഐ ആസ്ക്ഡ് ഇഫ് ഷീ വാസ് ഫ്രീ. ഇവിടെ നമുക്ക് ഈഫിന് പകരം വെദർ ഉപയോഗിക്കാം. ഒരു എസ് ഓർ നോ ക്വസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഈഫ് കുറച്ചുകൂടി ഇൻഫോർമലാണ്, വെദർ കുറച്ചുകൂടി ഫോർമലാണ്. ഐ ആസ്ക്ഡ് വെദർ ഷി വാസ് ഫ്രീ അല്ലെങ്കിൽ ഐ ആസ്ക്ഡ് ഇഫ് ഷി വാസ് ഫ്രീ. ഷി വാസ് ഫ്രീ എന്നാണ്, വാസ് ഷീ ഫ്രീ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലായ്പ്പോഴും സബ്ജക്റ്റ് വേണം ആദ്യം വരാൻ, അതിനുശേഷമാണ് വെർബ് വരുന്നത്. ഐ ആസ്ക്ഡ് ഇഫ് ഷി വാസ് ഫ്രീ. ഇവിടെ നമുക്ക് ഐ സെഡ് എന്നോ ഐ ടോൾഡ് എന്നോ പറയാൻ സാധിക്കില്ല. ഈഫിനും വെദറിനും മുന്നിൽ എല്ലായ്പ്പോഴും ആസ്ക് തന്നെ ഉപയോഗിക്കുക. സേ, ടെൽ ഈ രണ്ട് വേർബ്സ് നമുക്ക് ഈഫിന് മുന്നിൽ അല്ലെങ്കിൽ വെദറിന് മുന്നിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും പറയൂ. ടെൽ മീ സംതിങ്. എന്നോട് എന്തെങ്കിലും പറയൂ എന്നർത്ഥം. ഇതിന് പകരം നമുക്ക് സേ സംതിങ് എന്നും പറയാം. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ടെൽ എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. ടെൽ മീ സംതിങ് എന്ന് പറയാം അല്ലെങ്കിൽ സേ സംതിങ്. അവൾ എന്തോ പറഞ്ഞു. ഷീ സെഡ് സംതിങ്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. സേ, ടെൽ, ആസ്ക് ഈ 3 വേർബ്സിൻ്റെ കറക്റ്റ് യൂസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത ചില ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.